എന്നും ഒരുപോലെയല്ലേ നമ്മൾ മീൻ പൊരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഒരു കടായി എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും അതിലോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റവ് ഓണാക്കുക. ഗ്യാസ് സ്റ്റവ് ഓണാക്കി കുറച്ച് തിള വരുന്ന ടൈമിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പേസ്റ്റാക്കി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ചുകൂടി വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ മീൻ, ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന അയല മീനാണ്, തലയോട് കൂടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അയല മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് അടി പിടിക്കാതെ കൂടി നമ്മൾ നോക്കണം കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ഒന്ന് ആ സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം ഗ്രേവി അതിൻ്റെ മുകളിലൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ മൂട്ടി പിടിക്കാതിരിക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെച്ച് നമുക്ക് ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഒരു 5 മിനിറ്റ് വെച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ താരമായിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ച് കറക്കി എടുക്കണം കേട്ടോ. കറക്കി എടുത്ത് നല്ലപോലെ ഇതിനെ വറ്റിച്ചെടുത്താൽ മതി. ഇതും ഇതേപോലെ 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചിട്ട് കൊടുത്ത് നല്ലപോലെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ താരം ഇന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കിയാലോ. കുറച്ചൊക്കെ തിന്നാറ് കഴിച്ചോളൂ. ചൂടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.